ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ടീച്ചർമാരെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 100 നാളാണ് അല്ലേ. നമ്മള് എല്ലാ ടീച്ചർമാരും നല്ലവരാണെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ ഈ 2 പ്രധാന അംഗങ്ങൾ ഇവരൊരു ടീച്ചറാണെന്നുള്ളത് നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇത് ഇവരെല്ലാ ടീച്ചർമാർക്കും നാണക്കേടും മാനക്കേടും വരുത്തുകയാണ്. സർക്കാരിന്റെ ശമ്പളം വാങ്ങിയിട്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു. ഇവരുടെയൊക്കെ തൊലിക്കട്ടിയും ഇതൊക്കെ നമ്മൾ സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. അല്ല പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ മാഫിയ സംഘങ്ങൾ എത്രത്തോളം കേരളത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരു വല എറിഞ്ഞിട്ട് അവർ ടീച്ചർമാരെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളെയൊക്കെ പിടിക്കാൻ അവർക്ക് എത്ര ടൈം വേണം? അവർക്ക് എന്തുണ്ട് ബുദ്ധിമുട്ട്? എന്തായാലും രമേശ് ചെന്നിത്തല സാറിനും തൂഫാൻക്കും ഒരു ബിഗ് സല്യൂട്ട് എന്റെ വക ഞാൻ നേരിടുന്നു. പൊളിച്ച് ഈ കേരളത്തിലെ മാഫിയെ മൊത്തം തുടച്ചു നീക്കണം. നമ്മളുടെ യുവതലമുറയെ നമ്മൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതിനെതിരെ കുട്ടികൾക്ക് പാഠവും അറിവും പകർന്നു നൽകേണ്ട ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൊത്തം ടീച്ചർമാരല്ലേ ഇപ്പൊ ആളുകൾ പറയുക. ഇവർ 2 ആൾക്കാർ കാരണം പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുക്കുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും വിരുന്ന്. അവിടെ ഉണ്ടാവും ഇവൻ, ഈ MDMA ലഹരി. ഇവനെ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചേ പറ്റുള്ളൂ. ഇത് നുണഞ്ഞിടാം, പുകയായി വലിക്കാം, സിറിഞ്ചിലൂടെ അകത്താക്കാം. എന്താണത്? പുകയായി വലിക്കാന്, നുണഞ്ഞിടാന്, സിറിഞ്ചിലൂടെ അകത്താക്കാന്, ഇങ്ങനൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. ഇവന്റെ കെണിയിൽ എന്ത് വന്നാലും നിങ്ങൾ ചെന്ന് ചാടരുത്. വിഷങ്ങൾ പലതുണ്ടേ അരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? അടുത്തു പോലും ചെല്ലരുത്. ഇതെല്ലാവരും ഒരു മെസ്സേജായി കൂട്ടണം. നമ്മള് ശിരസുയർത്തി പറയുക, ലഹരിക്ക് അടിപ്പെടില്ലൊരു നാളും നാം. ഇങ്ങനെ തന്നെ പറയണം. നിങ്ങൾ മയക്കുമരുന്ന് ആരെങ്കിലും നിങ്ങൾക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരോട് അത് നിർത്താൻ പറയുക. എന്നിട്ട് അവരത് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ പറയുക, നിന്നായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറയുക. ആരെങ്കിലും തരികയാണെങ്കിൽ നിങ്ങളുടെ ഉപ്പാടെയും പേരൻസിന്റെ ഒക്കെ മുഖം ആലോചിക്കുക. നിങ്ങൾ എന്ത് വന്നാലും ഇതിനടിമപ്പെടരുത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.